ബെറ്റടിച്ചോ? ഒരു 2 കുഴിമന്തിക്ക് ബെറ്റടിച്ചോ? 3-8 ഇത് 5 മണിയായാലും കഴിയൂല. നോക്കിയോ, നീ ബെറ്റടിച്ചോ? എന്നിട്ട് നമ്മളോട് ഇറങ്ങിപ്പോയ ആയിക്കോട്ടെ. നമ്മുടെ പടത്തിന്റെ ഡബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് ഡബ് ചെയ്യുന്നത്? ഹലോ ഗായ്സ്, നമ്മൾ പോസിറ്റീവ് ന്യൂസിന്റെ ഡബിങ്ങിന്റെ ഇവിടെ ഉള്ളത് സൗത്ത് സ്റ്റുഡിയോയില്. ഇവിടെ ഒരു പ്രശസ്ത കലാകാരി, ആക്ടർ, സിനി ആക്ടർ രോഹിണി കൊല്ലം ഇവിടെയുണ്ട്. അതാ ഓക്കെ. രോഹിണി ഇത് പുത്തൂരായി എന്നൊക്കെ പറയുന്നില്ല, അതെ എത്രന്നൊക്കെ. ഇത് ബോംബെക്കാരൻ. ഞാൻ പറഞ്ഞില്ല എന്റെ മുന്നേ ധാരാവിന്നൊക്കെ മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ മറാഠി സിനിമയിലൊക്കെ അഭിനയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഒക്കെ തള്ളാന്നാണ് പിന്നെ മനസ്സിലായത്. ഇത് ഹലോ ഹലോ, സംഭവം തമിഴ്നാട് ഇതൊന്നല്ല കേട്ടോ. വിചാരിക്കും മറ്റേ കണ്ടില്ല കർണാടക ഇങ്ങനെ കടന്നുറങ്ങുന്നത്, അതൊന്നല്ല. ആർക്ക് ജീവനുണ്ട്. ഇത് രഞ്ജിത്ത് ബ്രോ, ആലപ്പുഴക്കാരൻ രഞ്ജിത്ത് ബ്രോ. പിന്നെ ഈ മറ്റേ നമുക്കറിയില്ല, നമ്മളെ മെയിൻ സൗണ്ട് എഞ്ചിനീയർ, ഡബിങ് ഒക്കെ ചെയ്യുന്ന മെയിൻ ആളാണ്. എൻ്റെ മുന്നേ നമുക്ക് റിവ്യൂ ഒക്കെ തന്നാണ് ആള്. ഓക്കെ, ആരാണ് അടുത്ത്? പിന്നെ നമ്മുടെ സാറ്. ഞാനറിയില്ല, പ്രശസ്ത സിനിമാ താരം സുമൻലാൽ ഇപ്പം സ്റ്റുഡിയോയിലേക്ക് ഇങ്ങനെ ആവശ്യം എന്നെ വിളിച്ചു. സിനിമേൻ്റെ എന്തൊക്കെ ഒന്ന് സഹായിക്കാൻ വന്നു. അതിനോട് വന്നാണ്. ഭയങ്കര ബിസിയാണ്. എന്നാലും അടുത്ത എനിക്കിപ്പോൾ പോകാനുണ്ട്, ബാംഗ്ലൂരിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതിനോട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ക്ലോസ്. സുനിയാണെന്ന് ഡബ് ചെയ്യാൻ പോകണം. സുനി ആദ്യമായിട്ട് ഡബ് ചെയ്യാൻ പോകണേ, സിനിമയിൽ അഭിനയിച്ചിട്ട് ഡബ് ചെയ്യാൻ പോകണം. അതെ, ഇവിടെ നിൽക്കേ. സന്തോഷം കൊണ്ട് ഇനിയിപ്പോൾ പറയാം, ഡയലോഗ് തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. രോഹിണി ഡബിങ്ങിന് പറഞ്ഞാണ്. എന്തെങ്കിലും പറയാനോ? അപ്പോൾ നമ്മുടെ ജലീല് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചു. കിടിലൻ എന്താണ് ആക്ഷൻ സീനാണ് ചെയ്തേക്കുന്നത്. ജലീലിൻ്റെ ഡബിങ് തുടങ്ങാൻ പോകുന്നു. ഓക്കെ, നമ്മളെയാണ് ഇന്ന് ഡബ് ചെയ്യണത്. നമ്മളുടെ ഡബിങ് ഡബിങ് എഞ്ചിനീയർ സരില്. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഒന്നും പറയാനില്ല. നമ്മൾക്ക് ഒന്നും പറയാനില്ലെന്നാണ് പറയുന്നത്. ആ റെഡിയല്ലേ? ഓക്കെ, എബി ഡബ് ചെയ്യാൻ പോകണേണ്. ക്യാപ്പൊക്കെ വെച്ച് സ്റ്റൈലൊക്കെ ആയിട്ടാണ് എബി ഡബ് ചെയ്യാൻ പോണത്. എങ്ങനെയുണ്ട്? ആദ്യമായിട്ടല്ലേ ഡബ് ചെയ്യാൻ? എൻ്റെ ലൈഫിലെ ആദ്യ സംഭവമാണ്. ആദ്യ സിനിമ അല്ലേ ഇത്? ആദ്യ സിനിമ. കുറേ ലൊക്കേഷനിലൊക്കെ പോയിട്ടില്ലേ? അഭിനയിക്കാൻ മാത്രം പറ്റിയിട്ടില്ല. ആരും ചാൻസ് കൊടുത്തിട്ടില്ല. അതാണ് സംഭവം. അങ്ങനെ നമ്മുടെ ബി ഒരു സൂപ്പർ താരമാകാൻ പോവുകയാണ് ഈ സിനിമയിലൂടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ അന്വേഷണം ഡബിങ്ങിന് കയറുകയാണ്. സുമനാണെന്ന് ഡബിന് കയറുന്നത്. ചരിത്ര സംഭവം. രഞ്ജിയുടെ വർഷങ്ങളായിട്ടുള്ള
അംബീഷൻ ഇവിടെ സാധിച്ചിരിക്കുകയാണ്. ഡബിങ്ങിന് എഴുതിയിരിക്കുന്ന രഞ്ജി, ഓൾ ദി ബെസ്റ്റ്. ശ്രീജിത്താണ് ഡബിങ് കയറുന്നത്. ഹായ്. എന്തെങ്കിലും പറയാനുണ്ട്? സന്തോഷമാണോ? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും ഡബിങ്ങിൽ കയറുകയാണ്. പക്ഷേ ഇപ്പം ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ ഡയറക്ടർ സാർ ഹാരിസൺ ഭായ് ഡബിങ്ങിലേക്ക് കയറിയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബോംബെക്കാരൊന്നും ഇല്ല, ബോംബെക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ബോംബെക്ക് പോയി. ഈ അസിസ്റ്റന്റിലേടി ഏതാ? ക്യാമറ അസിസ്റ്റന്റ് ഇങ്ങനെയൊക്കെ വന്നു. ഹലോ, നടൻ അറിയില്ല. അത് പുത്തൂരായി കഥ എഴുത്തുകാരനാന്ന് പറയുന്നുണ്ട്. ഇന്നേ വരെ ഒരു കഥ ഇറങ്ങിയിട്ടില്ല. ഇവിടെ കഥ ഇടാൻ മാത്രമായിട്ട് ഇറങ്ങി വരിക തൃശ്ശൂരിൽ. പുത്തൂരാൻ നീ മായല്ലേ എൻ മഴവില്ലേ ഇത് മധുവിരുന്നാളെ